ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ കാണിക്കുന്ന സ്റ്റെഫിയും നമ്മുടെ ഗംഗപ്രസാദും കൂടി അവനെ വേണ്ടിയിട്ട് എടുത്തൊരു വീടുണ്ടല്ലോ, ആ വീട്ടിലോട്ട് വന്നതിന് ശേഷം സംസാരിക്കുകയാണ് സ്റ്റെഫി. അപ്പോൾ സ്റ്റെഫി പറയുവാണ്, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ധൈര്യമുള്ളൊരു പുരുഷനെയാണ്. നിൻ്റെ ഇത്രയും ധൈര്യം കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത്. നിനക്ക് കുറച്ച് ക്രിമിനൽ മൈൻഡ് ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊന്നിച്ച് താമസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗംഗപ്രസാദ് പറയുവാണ്, നമ്മുടെ എല്ലാ ശത്രുക്കളും അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂരയ്ക്ക് കീഴിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റെഫിയും പറയും, അത് ശരിയാണ്, നമുക്ക് നല്ല ലക്ഷ്മിയമ്മയും കാർത്തിയും കൊല്ലാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അതിലവർക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ കിരണാണ് ഇവരുടെ മെയിൻ ശത്രു എന്ന കാര്യം അവർ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തീർക്കേണ്ടത് കിരണിനെയാണ്. കിരണെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. കിരണൻ്റെ അച്ഛനും ഏറ്റവും കൂടുതൽ ലക്ഷ്മിയമ്മയ്ക്ക് ധൈര്യം സപ്പോർട്ടും കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ശക്തി എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ കല്യാണി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രകാശനും ബൈജുവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. പ്രകാശൻ ഡോറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ഡോക്ടറോ ആരോ വരുന്നില്ല കേട്ടോ. ആ സമയത്തേക്ക് കിരൺ പെട്ടെന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ കല്യാണി കിരണേട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിരണെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് കിരൺ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല മോനെ, ഡോക്ടറൊന്നും വന്നില്ല എന്ന് പറയുക പ്രകാശനെ. എന്നിട്ട് പ്രകാശൻ പറയാം, മോനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ വലിച്ചൂരി എടുക്കുക ചെയ്തത്, എന്തെങ്കിലും അവയവങ്ങൾ വല്ലതും കട്ടായോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കല്യാണി ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുവാണ് കേട്ടോ. അപ്പോൾ ബൈജു പറയാം, ലക്ഷ്മിയമ്മയെ ലക്ഷ്യം വെച്ചിട്ടാൻ മറ്റെയാണ് ചെയ്തത്, പക്ഷേ അബദ്ധത്തിലാ മറ്റേ കിട്ടിയതാന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ ലക്ഷ്മിയമ്മയോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാനും സാധിച്ചില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പറയാം, അങ്ങനെ കിരൺ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈജു പറയാം, പെട്ടെന്ന് ദീപേച്ചിയുടെ ബോധവും പോയിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ കല്യാണി പറയുക, കിരണേട്ട അമ്മയെ ഒത്തിരി രക്തം പോയിട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് കാറിൽ വെച്ച് നോക്കാം പൾസൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ കിരൺ പറയും, ഒന്നും സംഭവിക്കത്തില്ല കല്യാണി, വിഷമിക്കാതിരിക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ കിരൺ പറയുവാണേ. ഇങ്ങനെ ഇവരൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് ഡോക്ടർ പുറത്തോട്ട് വരിക, ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് കിരൺ ചോദിക്കും. പറയാണ്, ഒന്നും പറയാൻ സാധിക്കില്ല, ലിവറിനാണ് കുത്തേറ്റിരിക്കുന്നതെന്ന് പറയുക കേട്ടോ. അപ്പോൾ കല്യാണി ഞങ്ങൾക്ക് അറിയുവാണ്, രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് എന്ന് ഡോക്ടർ പറയുക കേട്ടോ. അത് ഒരു ഭയങ്കരമായിട്ട് സങ്കടമാവുക കേട്ടോ. കല്യാണിയൊക്കെ ഭയങ്കര കരച്ചിലാവുകയാണ്. ഡോക്ടർ അപ്പോൾ പറയുകയാണ്, കടാര കൊണ്ട് കുത്തിയിട്ട് അത് വലിച്ചൂരിയ സമയത്താണ് കരൾ കട്ടായിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ പറഞ്ഞല്ലേ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകാശനും കല്യാണിയൊക്കെ കരയുവാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കരമായ സങ്കടമാവുകയാണേ. അന്നേ ആ ദുഷ്ടന്മാരെ കൊന്നുകളയേണ്ടതായിരുന്നെന്നൊക്കെ, ദുഷ്ടനെ കൊന്നുകളയേണ്ടതായിരുന്നെന്നൊക്കെ കിരൺ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കിരണിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. അപ്പം കല്യാണിയോട് പ്രകാശൻ പറയും, മോളൊന്നും സംഭവിക്കില്ല, അവൾ തിരിച്ചു വരും എന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം, അച്ഛനൊപ്പം നിന്ന് ദൈവങ്ങൾ അമ്മയ്ക്കൊപ്പം നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ കരയുവാട്ടോ ചെയ്യുന്നത്. അതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കിരണിൻ്റെ അമ്മയാണ് കേട്ടോ. കിരണിൻ്റെ അമ്മയും സെർവൻറ്റും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരണിൻ്റെ അമ്മ പറയുകയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മാഡം വിഷമിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുവാണ് കേട്ടോ സെർവൻറ്റ്. ഒരു രൂപ പറയാം, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ എൻ്റെ ശരീരം തളരും, എന്തൊരു വിധിയാണിത്. പിന്നെ ഇനി ദീപയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ദീപയെ പ്രകാശൻ്റെ അമ്മയും പ്രകാശനും ഒക്കെ ഒത്തിരി ഉപദ്രവിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയത് ദീപയായിരുന്നു, കല്യാണി മോൾ. അതുകൊണ്ട് കല്യാണി മോൾക്ക് അതിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ദീപയ്ക്ക് സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് മുക്തി നേടാനൊന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ സെർവൻറ്റ് പറയുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണിയുടെ അതേ സ്വഭാവമാണ് ആ ദീപ ചേച്ചിക്കും. എന്തൊരു പാവ സ്ത്രീയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് പെട്ടെന്നൊരു കാറ് വന്ന് നിൽക്കുക കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ. രൂപ ചോദിക്കുക, ചന്ദ്രേട്ട എങ്ങനെയാണ്, അപ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്, വളരെ സീരിയസ് ആണെന്നൊക്കെ ചന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക. അന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അവനെ അങ്ങ് കൊന്നു തീർക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ചിന്തിച്ചത് മനുഷ്യജീവൻ നമ്മൾ എടുക്കരുതല്ലോ എന്നൊക്കെയാണ്. അപ്പം അതൊന്നും സാരയില്ല, കല്യാണിയുടെ കണ്ണീര് കാണുന്നതിനേക്കാൾ ഭേദം നമ്മൾ ജയിലിൽ പോകുന്നത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. രൂപ ഭയങ്കരമായിട്ട് കരയുവാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്തേക്ക് സെർവൻറ്റ് പറയുക, മാഡം കരയേണ്ട മാഡം, കല്യാണിയുടെ അച്ഛനും ഭയങ്കര ക്രിട്ടിക്കലായിട്ട് കിടന്നതല്ലേ, അതുകൊണ്ട് കല്യാണിയുടെ അമ്മയും അതുപോലെ തന്നെ രക്ഷപ്പെടും, മാഡം വിഷമിക്കേണ്ട എന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. രൂപയ്ക്കാണ് ഭയങ്കര സങ്കടമാവുകയാണേ. പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ അമ്പലത്തിൽ പോയിട്ട് അമ്മേ ദേവി തായേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തായേ എന്നെ എടുത്തോളൂ, പക്ഷേ അവളുടെ ജീവൻ എടുക്കരുത്, ഞാൻ ചെയ്തിട്ടുള്ള കുറേ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലം അവൾ അനുഭവിക്കാൻ നിൽക്കരുത് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത്
ദീപയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഡോക്ടേഴ്സ് എല്ലാം ചുറ്റും നിന്നിട്ട് ദീപയ്ക്ക് സർജറി കാര്യങ്ങൾ ഓരോന്ന് എടുത്ത് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. വീണ്ടും കാണിക്കുന്ന പ്രകാശനെ തന്നെയാണ്. പ്രകാശൻ ഭയങ്കരമായ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത പാവങ്ങളുടെ ഫലം ഞാൻ മാത്രം അനുഭവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ദീപയും കാണിക്കുന്നുണ്ട് കേട്ടോ. കിരണും ബൈജുവും കല്യാണിയും പുറത്തുണ്ട് കേട്ടോ. കിരണും അങ്ങനെ നടക്കുന്നുണ്ട്, ബൈജുവും കല്യാണി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് പ്രകാശന് പുഷ്പാഞ്ജലിയൊക്കെ ഇട്ട് വഴിപാടൊക്കെ ഇട്ട് വരുക കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദനം കൊടുത്തിട്ട് പറയുകയാണ്. അപ്പോൾ ബൈജു ചോദിക്കണേ, പ്രകാശൻ്റെ കൈക്ക് എന്താ പറ്റിയത് എന്താണെന്ന് ചെയ്യുമ്പോൾ ഒന്നുമില്ലടാ, അമ്പലത്തിൽ ഇപ്പോൾ നന്നായിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചു, പിന്നെ 3 ശയനപ്രദക്ഷിണം വെച്ചു, അവൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒന്നും പറ്റില്ല, ദേവിയോട് അത്രയ്ക്ക് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കിരണും വല്ലാണ്ടാവുക കേട്ടോ. കിരൺ ചോദിക്കുക, ആരും സഹായത്തിന് ഇല്ലായിരുന്നു അല്ലേ എന്ന് പറയും. ആരും സഹായത്തിന് വേണ്ട, ഒരു കുഴപ്പമില്ല മോനെ എന്നൊക്കെ പ്രകാശം പറയുവാട്ടോ ചെയ്യുന്നത്. ചെയ്യേണ്ട സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോഴേലും ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണിക്കും കിരണിനും ബൈജുവിനൊക്കെ വിഷമമായി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ആ സമയത്തേക്ക് തിയേറ്ററിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കും, എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ പറയും, ചെറുതായിട്ട് ബോധം വീണിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര സന്തോഷമാവുകയാണേ. കണ്ണ് തുറന്നപ്പോൾ മോളെയും മരുമോനെയും മക്കളുടെ അച്ഛനെയൊക്കെ അന്വേഷിച്ചിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 പേർക്ക് കയറി കാണാമെന്ന് പറയുമ്പോൾ പ്രകാശൻ പറയാം, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശൻ ചോദിക്കുക, ഇനി കുഴപ്പമില്ലല്ലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം കുറച്ച് സീരിയസ് തന്നെയാണ്, ഇനിയുള്ള മണിക്കൂർ ഭയങ്കര സീരിയസ് ആണ്, കാരണം ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്, ബ്ലീഡിങ് നിയന്ത്രണ വിധേയമായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ എന്ന് പറയട്ടോ. അത് ശരിക്കും അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, എങ്കിലും ഇപ്പോൾ അവർക്ക് കയറി കാണാമെന്ന് പറഞ്ഞൊരു ആശ്വാസമുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുവാണ്, അതെ അവർക്ക് കുറച്ച് സമയമെങ്കിലും നല്ല സന്തോഷം കിട്ടിക്കോട്ടെ, അതാണ് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കയറി കാണാൻ പറഞ്ഞത്, കാരണം സർജറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞങ്ങൾ മാത്രമല്ല 2 ലീഡിങ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കൂടി ഇതിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എത്രമാത്രം ബുദ്ധിമുട്ടുള്ള സർജറി ആയിരുന്നു എന്നത്. അതുകൊണ്ട് നിങ്ങളാരും പ്രാർത്ഥന മുടക്കണ്ട, നന്നായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാം നന്നായി വരട്ടെ എന്ന് ഡോക്ടർ പറയുവാണ്. എന്നിട്ട് ഡോക്ടർ പോയതിന് ശേഷം പ്രകാശൻ പറയുവാണ്, അതേ മോനെ കിരൺ മോനും കല്യാണിയും കൂടി കയറി കാണുന്നു പറയും. കിരൺ പറയാം, അല്ലച്ച അച്ഛനും മോളും കൂടി കയറി കണ്ടാൽ മതി, ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറയും. അപ്പോൾ പ്രകാശൻ പറയാം, എടാ ദീപയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിന്നോടാണ്, കാരണം കല്യാണിയുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയതിന് കാരണം നീയാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നീ കയറി കാണ്, നീയും കിരണും കൂടി കയറി കാണുമെന്ന് പറയുമ്പോൾ കിരൺ പറയും, അച്ഛൻ ഞാൻ കണ്ടോളാം, കല്യാണി നീ അച്ഛനെ വിളിച്ചുകൊണ്ട് കയറി അമ്മയെ കാണ് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പ്രകാശനും കല്യാണിയും കൂടി അകത്ത് കയറുവാണ്. അകത്ത് കയറിയിട്ട് കാണുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ബൈജു ചോദിക്കുക, അളിയ എങ്ങനെയാണ്? കിരൺ പറയും, ഞാൻ ഡോക്ടേഴ്സിനോട് സംസാരിച്ചിരുന്നു, 10% പോലും സാധ്യത അവർ പറഞ്ഞിട്ടില്ല. ആ ഒരു വിഷമം കിരൺ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ അകത്ത് കയറിയിട്ട് കല്യാണി കരയുവാണ് കേട്ടോ ചെയ്യുന്നത്. പ്രകാശനപ്പോൾ കല്യാണി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപയുടെ കയ്യിൽ ഇങ്ങനെ തടവുമ്പോൾ ദീപ ഉണരുവാട്ടോ ചെയ്യുന്നത്. പിന്നെ ദീപ മാസ്ക് എടുത്തതിന് ശേഷം സംസാരിക്കാനായിട്ട് എനിക്ക് സന്തോഷമായി. കിരൺ മോൻ എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, കിരൺ പുറത്തുണ്ട്, എല്ലാവരും പുറത്തുണ്ട്, നീ വിഷമിക്കണം, നിനക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രകാശനോട് പറയുകയാണ്, പ്രകാശേട്ടാ എൻ്റെ മോളെ നോക്കിക്കോണേ, അച്ഛനിങ്ങനെയൊക്കെ മാറി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പോയാലും എനിക്ക് വിഷമമൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ കല്യാണിയും പ്രകാശനൊക്കെ, കല്യാണി കരച്ചിലാണ് കേട്ടോ. പ്രകാശൻ പറഞ്ഞു, നിനക്കൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും നീ പോവില്ല. അപ്പം ദീപ പറയാം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അച്ഛനും മോളും കൂടി ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അപ്പോൾ അതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പറയാണ്, പ്രകാശേട്ടാ ഇതുപോലത്തെ ഒരു മോളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ പറയുവാണേ. പ്രകാശനെ ഇങ്ങനെ കല്യാണം ചേർത്ത് പിടിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.